മോട്ടോർ റീവൈൻഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത് സബ്മേഴ്സിബിൾ പമ്പായാലും ഏത് മോട്ടറായിരുന്നാലും, എക്സാമ്പിൾ ഗ്രൈൻഡർ മോട്ടറായിരുന്നാൽ പോലും നമ്മളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 മാസം മുമ്പ് വൈൻഡ് ചെയ്ത് കൊടുത്തൊരു മോട്ടറാണ്. അപ്പോൾ അതിൽ സ്റ്റാൻഡിങ് വൈൻഡിങ്ങിന് പ്രശ്നമില്ല, റണ്ണിങ് വൈൻഡിങ് ഉരുകിയിട്ടുണ്ട്. ഇതിനുള്ള കാരണം ഇതിൻ്റെ കപ്പാസിറ്ററായിരുന്നു. അപ്പോൾ അന്നും വൈൻഡിങ് ഉരുകിയിട്ട് തന്നെയാണ് വന്നത്. ബുഷൊന്നും തന്നെ കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. ഇപ്പോഴും ബുഷിന് കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ വൈൻഡ് ചെയ്ത് മോട്ടർ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ കപ്പാസിറ്റർ ചെക്ക് ചെയ്തില്ലായിരുന്നു. അപ്പോൾ കപ്പാസിറ്റർ വീക്കായിട്ടാണ് വൈൻഡിങ് ആദ്യം പോയത്. പക്ഷേ അത് ആ സമയത്ത് ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ സെറ്റ് ചെയ്ത് വെള്ളം ചെക്ക് ചെയ്തപ്പോൾ വെള്ളത്തിന് അത്യാവശ്യം ഫ്ലോയുണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കപ്പാസിറ്റർ പിന്നെ നോക്കിയില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ മോട്ടർ വീണ്ടും കത്തിപ്പോയി. അപ്പോൾ എന്താണ് കംപ്ലൈൻ്റ് എന്ന് നോക്കിയപ്പോൾ കപ്പാസിറ്റർ വീക്കായിരുന്നു. 50 MFDയുടെ കപ്പാസിറ്ററാണ് ഇതിലിട്ടിരുന്നത്. കമ്പനി സെറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന് വാല്യൂ ഏകദേശം 20 MFDയേ ഉള്ളൂ. ആഴം കുറഞ്ഞ കിണറായിരുന്നു, ഏകദേശം ഒരു 30 അടിയോളം ആഴം വരും. അപ്പോൾ അതുകൊണ്ട് 20 MFDയുടെ കപ്പാസിറ്ററിൽ എത്രത്തോളം വർക്ക് ചെയ്തു. ഏതോ സമയത്ത് വോൾട്ടേജ് ഇല്ലാതിരുന്നപ്പോഴെങ്ങാനും ഓൺ ചെയ്തിട്ടുണ്ടാവണം. ആ സമയത്തായിരിക്കും മോട്ടർ എടുക്കാതെ സ്റ്റക്കായി നിന്ന് വൈൻഡിങ് കത്തിയത്. അപ്പോൾ അത് എപ്പോഴായിരുന്നാലും മോട്ടർ വൈൻഡ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കപ്പാസിറ്ററും കൂടെ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ചെക്ക് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ ഇതുപോലെ നമ്മൾ വൈൻഡ് ചെയ്ത മോട്ടർ വീണ്ടും കത്തിപ്പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്നൊക്കെ കംപ്ലൈൻറ്റ് വരുമ്പോൾ അത് നമ്മുടെ വർക്കിനെ തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഗ്രൈൻഡർ മോട്ടറിലൊക്കെ അത്രയും പ്രശ്നം വരില്ല. അഥവാ മോട്ടർ റണ്ണാവാതിരുന്നാൽ പോലും മോട്ടർ കത്തിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം അത് കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ കത്തിപ്പോകും ഉറപ്പാണ്. കുറച്ച് സമയമൊക്കെ അങ്ങനെ റണ്ണാവാതെ നിന്നെന്ന് വെച്ചിട്ട് വേറെ പ്രശ്നമൊന്നും വരില്ല. മോട്ടർ കുറച്ച് ചൂടാകും, അതേ ഉള്ളൂ. പക്ഷേ അതും കണ്ടിന്യൂസ് ആയിട്ട് ഓണായി കിടന്നു കഴിഞ്ഞാൽ കത്തിപ്പോകും, അത് ഉറപ്പാണ്. പ്രത്യേകിച്ചും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറുകൾ, 2 പോൾ മോട്ടറൊക്കെ ഉറപ്പായിട്ടും 2 പോളായാലും 4 പോളായാലും വൈൻഡിങ് കത്തിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റീവൈൻഡിങ് ചെയ്യുന്ന സമയത്ത് ആ കപ്പാസിറ്ററും കൂടെ ചെക്ക് ചെയ്ത് അതിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷമേ അത് തുടർന്ന് ഉപയോഗിക്കാവൂ. അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോയും കാണാത്തവർ അത് കാണുക. അതുപോലെ ബുഷ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഈ പ്രശ്നം വരാം. പക്ഷേ ഈ മോട്ടറിൽ ബുഷിന് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.